പൂക്കോട് വെറ്റിനറി സർവകലാശാല 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ കുടുംബം SFIയിൽപ്പെട്ട 18 പ്രതികളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രതികളെ സഹായിക്കുന്നവരെ തുറന്നുകാട്ടുമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ സഹപാഠികളുടെ ക്രൂര പീഡനത്തെ തുടർന്ന് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേസിൽ SFIയിൽ ഉൾപ്പെട്ട 18 പേരാണ് പ്രതികൾ. ഇവരെ മുഴുവൻ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രോസിക്യൂഷനും സർക്കാരും സ്വീകരിക്കുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. റാഗിംഗ് കേസുകളിൽ പ്രതികളെ സഹായിക്കുന്ന നേതാക്കളെ വരെ തുറന്നുകാട്ടുമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു. റാഗ് ചെയ്ത ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്ന നേതാവ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അവനെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്ന് മാക്സിമം അവനെ നാണം കെടുത്തിയിട്ട് അവനെയും കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്യും. എൻ്റെ മകൻ്റെ കൊലയാളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അവിടുത്തെ പഴയ MLA ആയിരുന്ന അവിടുത്തെ ശശീന്ദ്രനാണ്. പഴയ MLAയും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശശീന്ദ്രനാണ്. ഇതിലുള്ള 2ാമത്തെ അക്ഷയെ ഇതുവരെയും പിടിക്കാതെ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഇപ്പോഴും രക്ഷപ്പെടുത്തുന്നത് അവിടെ ഇടുക്കിയുടെ ആശാൻ എന്ന് പറയുന്നവനാണ്. ഇടുക്കി ആശാൻ M മണിയാണ്. എന്ത് അക്രമം ചെയ്താലും തങ്ങളെ സംരക്ഷിക്കാനുള്ള ആളുകളുണ്ടെന്ന ധൈര്യമാണ് സംസ്ഥാനത്ത് ക്രൂരമായ റാഗിംഗ് തുടരുന്നതിന്റെ കാരണമെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ പറയുന്നു. പാർട്ടി സംരക്ഷണം അല്ലെങ്കിൽ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നുള്ളൊരു ധൈര്യം, ഇതാണ് ഇവരെ ഇവിടെ വരെ എത്തിക്കുന്നത്. അല്ലാതെ ആരും ധൈര്യമില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വരില്ല. ഇതൊരു ടീമായിട്ടുള്ള ധൈര്യം കൊടുക്കുന്നുണ്ട്, പുറകിൽ സംരക്ഷണമുണ്ട്, ശിക്ഷയുടെ ഇളവ്. സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടിട്ട് 1 വർഷം പിന്നിടുമ്പോൾ ഓർമ്മ ദിനത്തിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.